പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം, ജെനസിസ് ചാപ്റ്റർ 8 വേഴ്സ് 22. ഭൂമിയുള്ള കാലത്തോളവും വിതയും കൊയ്ത്തും, ശീതവും ഉഷ്ണവും, വേനലും വർഷവും, രാവും പകലും നിന്ന് പോകുകയുമില്ല. സ്തോത്രം. ഒറ്റ ഒരു സെൻറ്റൻസിൽ പറഞ്ഞാൽ, ആസ് ഷുവർ ആസ് സീഡ് ടൈം ആൻഡ് ഹാർവെസ്റ്റ്. എന്തുവാ ഇതുവരെ ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഒരു ഡ്രീമുണ്ടോ? നിനക്ക് ഒരു ഐഡിയ ഉണ്ടോ? നീ ദൈവത്തെ അറിയുന്നത് കൊണ്ടും ദൈവം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വസിക്കുന്നത് കൊണ്ടും നീ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ചില സംഗതികൾ ഒരു കാലത്തും അസ്ഥാനത്തായി പോകത്തില്ല എന്ന് ഒരു ഉറപ്പുണ്ടോ? ദൈവം നമുക്ക് ഒരു സ്വപ്നം തരുമ്പോൾ തീർച്ചയായിട്ടും അവൻ നമ്മളിൽ വെച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് അനാദികാലത്തിന് മുമ്പേ, അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുമ്പേ, നാം ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ അവൻ നമ്മെ കണ്ടതാ, തിരഞ്ഞെടുത്തതാ, നമ്മെക്കുറിച്ചൊരു പ്ലാൻ അവനുണ്ട്. അതുകൊണ്ട് ഗോഡ് ഈസ് കോളിംഗ് ഫോർത്ത് വാട്ട് ഹി പ്ലേസ് ഇൻസൈഡ് ഓഫ് us. ദൈവത്തിൻ്റെ പ്ലാനിൻ്റെ ആ ഫുൾ പൊട്ടൻഷ്യൽ നാം ആണെന്നേ. ദൈവത്തിൻ്റെ ആ പേർപ്പസ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ളത് നാം നിവർത്തിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെങ്കിൽ ആ പൊട്ടൻഷ്യലിൻ്റെ വിത്തുണ്ടല്ലോ, അത് നനച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആ സോയിലുണ്ടല്ലോ, അതിനെ ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളാണ്. എന്നിട്ട് നാം എന്ത് ചെയ്യണം? ദൈവം നമ്മിൽ വെച്ചിരിക്കുന്ന സകലതും ഡെവലപ്പ് ചെയ്ത് വരുവാൻ തക്കവണ്ണം നാം ദൈവത്തെ അനുവദിക്കണം. ഇങ്ങനെ ആ കാര്യമൊന്ന് ചിന്തിച്ചേ. ദൈവം വൃക്ഷങ്ങൾക്കൊക്കെ അവരുടെ വിത്തിൽ നിന്ന് അതത് തരം വൃക്ഷത്തെ ഉളവാക്കുവാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് ദംസെൽസ്. എങ്ങനെ? ത്രൂ ദെയർ സീഡ്, അവരുടെ വിത്തിൽ കൂടെ. ഞാൻ ചോദിക്കട്ടെ, ഒരു പൈൻ കോണ് എടുത്തിട്ട് നമ്മൾ നോക്കിയാൽ ഒത്തിരി കുഞ്ഞു കുഞ്ഞു സീഡ്സ് അതിനകത്തുണ്ടല്ലേ. എല്ലാത്തിലും നമ്മൾ നോക്കിയാൽ ചിറക് പോലെ ഒരു വിങ്ങ് കാണാം. അതെന്തിനാ ആ ചിറക്? കാറ്റ് അതിനെ എടുത്ത് പറപ്പിച്ച് ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയി അതിനെ ഇടും. അതവിടെ കിടന്ന് അതിൻ്റെ വേര് പുറപ്പെടുവിക്കാൻ തുടങ്ങും. നമ്മൾ ഈ അപ്പൂപ്പൻ താടിയൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ അടീനിയത്തിൻ്റെ സീഡും അങ്ങനെ. അതിനിങ്ങനെ മീശ പോലെ താടിയുണ്ട്. എന്തിനാ? ഫോർ ദ ഡിസ്പേഴ്സൽ ഓഫ് ദ സീഡ്. കാറ്റ് അതിനെ പറപ്പിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ആ റൈറ്റ് സോയിലാണ് അത് കിട്ടുന്നതെങ്കിൽ, റൈറ്റ് എൻവയോൺമെൻറ്റാണ് അതിന് കിട്ടുന്നതെങ്കിൽ ആ വിത്ത് സ്പ്രൗട്ട് ചെയ്യും. എന്നിട്ട് ഒരു നല്ല ഫുള്ളി ഗ്രോൺ ട്രീ ആയിട്ട് അത് വളർന്നു വരും. അപ്പോൾ ഓർത്തോണം, ഓരോ സീഡിനകത്തും ഓരോ ഫുള്ളി ഗ്രോൺ ട്രീ ഉണ്ട്. പക്ഷെ ആരും അത് കാണത്തില്ല. കാണുന്നത് എപ്പോഴാണ്? അത് റൈറ്റ് സോയിലിൽ വീഴുമ്പോൾ, എന്നിട്ട് മഴയും സൂര്യപ്രകാശവുമൊക്കെ ലഭിച്ച് അത് നർച്ചേർഡാകുമ്പോഴാണ്. അതേ വിധത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള വിത്തുകൾ, നമ്മുടെ ഡ്രീംസ്, ഐഡിയാസ് ആൻഡ് പ്ലാൻസ് ആൻഡ് പേർപ്പസസ് ഓഫ് ഗോഡ്, അത് വളരുന്ന എപ്പോഴാണെന്നറിയാമോ? നമ്മൾ വിശ്വാസത്തിൻ്റെ വെള്ളം അതിനൊഴിച്ചു കൊടുക്കുമ്പോഴാണ്. സീഡ്സ് വളർന്ന് പൊങ്ങുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ അത് വളരും.
നാം അതിനെ ഫീഡ് ചെയ്യണം, അല്ലേ? വളം കൊടുക്കണം. എന്തോ വളം? വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തെ നാം അനുസരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അതിനെ അപ്ലൈ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നമ്മളൊരു നല്ല നിലമാക്കി ഒരുക്കിയെടുക്കുക. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പ്ലാൻസും ദൈവത്തിൻ്റെ പേർപ്പസസും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ളത് വളർന്നു വരുന്നത് എപ്പോഴാണെന്നറിയാമോ? നാം അവനോട് ചേർന്ന് നടക്കുമ്പോഴാണ്. അങ്ങനെ ചേർന്ന് നടക്കുമ്പോൾ സഹിഷ്ണുത നമ്മുടെ ജീവിതത്തിൽ നാം വളർത്തിയെടുക്കണം. എന്നിട്ട് ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം, ആ പ്ലാനിൻ്റെ, പദ്ധതിയുടെ, ഉദ്ദേശത്തിൻ്റെ, ദൈവീയ ഉദ്ദേശത്തിൻ്റെ പൂർത്തീകരണം വരുന്നത് വരെ നാം ആ പ്ലാനുമായിട്ട് ചേർന്ന് നിൽക്കണം. അതായത് ദൈവവുമായി ചേർന്ന് നിൽക്കണം. അങ്ങനെ നാം നമ്മുടെ സ്വപ്നങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഐഡിയാസ് നാം പുറത്തു കൊണ്ടുവരുന്നത്. പൊട്ടൻഷ്യൽ എപ്പോഴും അവിടെ തന്നെയുണ്ട്, പക്ഷേ അത് സീഡ് ഫോമിലാണ്. പക്ഷേ നാം അത് വളരുവാൻ തക്കവണ്ണമുള്ള നെസസറി എൻവയൺമെൻറ്റ് അതിന് കൊടുക്കുന്നവരെ അതങ്ങനെ ആയിരിക്കും. പ്രൈസ് ഗോഡ്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ വളരണമെന്ന്, എന്നിട്ട് നമ്മൾ എവിടം വരെ എത്തണമെന്നുള്ളിടത്ത് നാം എത്തണം. പക്ഷേ ആ വെല്ലുവിളി ഉണ്ടല്ലോ, ദ ചലഞ്ച് ഈസ് ദാറ്റ് ഇറ്റ്സ് കൗണ്ടർ കൾച്ചറൽ. ഇൻസ്റ്റൻ്റായിട്ടൊന്നും, ഈസി ആയിട്ടൊന്നും അവിടെ നാം എത്തത്തില്ല. പക്ഷെങ്കിൽ നാം അത് അപ്ലോഡ് ചെയ്യണം, എന്നിട്ടത് ഡെലിവർ ചെയ്യണം. അതിന് ദൈവം നമ്മെ സഹായിക്കും. അതൊന്നും ഇൻസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. ദൈവം സമയമെടുക്കും. ഒരു വിത്ത് വളർന്ന് ഫലം കായ്പാൻ എത്രത്തോളം സമയമെടുക്കുമോ അതുപോലെ അത് ആയിരിക്കും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. കുഞ്ഞ്, നിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് നിനക്കറിയാം? ഏതെങ്കിലും ഒരു പൊട്ടൻഷ്യൽ അൺടാപ്ഡായിട്ട് നിൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ടോ? ഡോമൻ്റായിട്ട് നിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടോ? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് ആക്ച്വൽ ആൻഡ് വാട്ട് ഈസ് പോസിബിൾ. മനസ്സിലായല്ലോ? വാസ്തവമായി എന്താണുള്ളത്, എന്താണ് പോസിബിളായിട്ടുള്ളത്, അത് തമ്മിലുള്ള വ്യത്യാസമാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് അൺഎക്സ്പോസ്ഡ് എബിലിറ്റി, ആ കഴിവ് എക്സ്പോസ് ചെയ്തിട്ടില്ല. പ്രൈസ് ഗോഡ്. ആ സ്ട്രെങ്ത് റിസർവ് ചെയ്ത് വെച്ചിരിക്കുക. ആ ജയം അൺറിയലൈസ്ഡ് ആയിട്ടിരിക്കുക. ആ ഗിഫ്റ്റ് ഡോമൻ്റായിട്ടിരിക്കുക. ആ ടാലൻസൊക്കെ ഹിഡനായിട്ടിരിക്കുക. അതെല്ലാം വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? ടു ബി ഡെവലപ്ഡ്. അതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇറ്റ് ഈസ് ദ പേഴ്സൺ യു ആർ സ്റ്റിൽ ടു ബിക്കം. മനസ്സിലായല്ലോ? ഇറ്റ് ഈസ് വേർ യു ക്യാൻ ഗോ ബട്ട് ഹാവ് നോട്ട് എറ്റ് ബീൻ. നീ എത്തേണ്ട ഒരു സ്ഥലമുണ്ട് ദൈവപൈതലേ. എന്നെ കേൾക്കുന്ന പലരും, കർത്താവേ, ഞങ്ങളാകേണ്ട പോലെ ആയിട്ടില്ലല്ലോ, ഞങ്ങളുടെ തലമുറ എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ലല്ലോ. അവർക്ക് എബിലിറ്റീസുണ്ട്, താലന്തുകളുണ്ട്, പഠിത്തമുണ്ട്, ആത്മീയമായിട്ടുള്ള ശിക്ഷണങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് കർത്താവേ. പക്ഷേ അവർ എത്തേണ്ടടുത്ത് എത്തിയില്ലല്ലോ, ആകേണ്ടടുത്തായില്ലല്ലോ. അവരുടെ പൊട്ടൻഷ്യലെല്ലാം അൺടാപ്ഡായിട്ടിരിക്കുവാണല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവപൈതലേ, ദൈവം അവിടെ കൊണ്ടെത്തിക്കും. പക്ഷേ നീ അത് എയിം ചെയ്യണം. നിൻ്റെ ലക്ഷ്യം അത് പ്രാപ്തിയിലേക്ക് നീ എത്തിക്കണം. ദൈവത്തിൻ്റെ പ്ലാനും ദൈവത്തിൻ്റെ പേർപ്പസും എല്ലാം ഫുള്ളായിട്ട് നീ അറിഞ്ഞിരിക്കണമെന്നില്ല. കാരണം ഓരോന്നും സമയ കാലഘട്ടത്തിലാണ് അൺഫോൾഡ് ചെയ്തു വരുന്നത്.
പക്ഷേ അതിലെന്തെങ്കിലും ഒന്ന് നിനക്കറിയാമോ? ആ സീഡ് നർച്ചർ ചെയ്യട്ടെ. അതിന് നീ സ്റ്റാർട്ട് ചെയ്യുക. അത് വളരുന്നത് നീ കാണ്. ഇറ്റ് ഈസ് ആസ് ഷുവർ ആസ് സീഡ് ടൈം ആൻഡ് ഹാർവെസ്റ്റ്. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും, ശീതവും ഉഷ്ണവും, വേനലും വർഷവും, രാവും പകലും അത് നിന്നു പോകത്തില്ല. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള വിത്തുകളാകുന്ന പല പൊട്ടൻഷ്യൽസ് ഉണ്ടല്ലോ, അതൊന്ന് നർച്ചർ ചെയ്യുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നീ എന്തൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ടോ, ഞങ്ങളുടെ തലമുറയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ടോ, അത് ഡോമൻ്റായിട്ട് കിടക്കുവാനല്ല, അത് വളരട്ടെ. ഞാൻ എവിടെ എത്തണമെന്ന്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെ എത്തണമെന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു, അവിടെ ഞങ്ങൾ എത്തിച്ചേരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.